ഹായ് ഹലോ. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ജ്വല്ലറി ബിസിനസ് എങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്യാം, ചെറിയ ചിലവിൽ എങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്യാം, ജ്വല്ലറി ഹോൾസെയിലേഴ്സിനെ എങ്ങനെ കണ്ടെത്താം, ഏത് തരം ജ്വല്ലറിയാണ് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ജ്വല്ലറി ബിസിനസ് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സാണ്. നമുക്ക് ചെറിയ ചിലവിൽ തന്നെ ചെയ്യാം. ഡ്രസ്സ് പോലെയല്ല നമുക്ക് ജ്വല്ലറി ബിസിനസ് ചെയ്യുമ്പോൾ ഡ്രസ്സിന് നല്ല മുതൽ മുടക്കിടേണ്ടി വരും. പക്ഷേ ജ്വല്ലറി ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ എമൗണ്ടിലൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റും. ബിസിനസ് ഗ്രോത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് നമ്മളെ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്. ഇതൊക്കെ തന്നെയാണ്. വെബ്സൈറ്റും ഗ്രോത്ത് ഉണ്ടാവും. പക്ഷേ വെബ്സൈറ്റ് അധികം ആൾക്കാരും നമ്മളോട് ചോദിച്ച് അന്വേഷിച്ച് വാങ്ങുമ്പോഴേക്കും അവർക്കൊരു തൃപ്തി ഉണ്ടാകുന്നത്. അവർക്ക് വെബ്സൈറ്റിൽ കയറിയിട്ട് അത് സെലക്ട് ചെയ്ത് അപ്പം ഓർഡർ കൊടുത്ത് അങ്ങനെ ആകുമ്പോൾ ചിലവർക്കൊന്നും അതൊരു മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ജ്വല്ലറി ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ഇൻസ്റ്റഗ്രാം വഴി, വാട്സപ്പ് വഴി ഓർഡർ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അതാകുമ്പോൾ നല്ല ഗ്രോത്ത് ഉണ്ടാവും നമ്മളെ ബിസിനസ്. ജ്വല്ലറി വാങ്ങുന്നത് നമ്മൾ ഏത് തരം ജ്വല്ലറിയാണ് നമ്മൾ ഫസ്റ്റ് അത് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടാവണം. എന്താണ് നമ്മൾ തുടങ്ങുന്നത്, ഏത് ഐറ്റംസ് ആണ് നമ്മൾ എടുക്കേണ്ടത് എന്നതൊക്കെ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റംസ് ഏതാണ് എന്നല്ല നമുക്ക് ഫസ്റ്റ് ഒരു കൺസെപ്റ്റ് ഉണ്ടായിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്നത് ട്രെൻഡിങ്ങിലല്ലാത്തത് പഴയ മോഡൽസ് ആകുമ്പോൾ ജ്വല്ലറിയിലൊന്നും അങ്ങനെ പോകണമെന്നില്ല. എല്ലാവരും ഇപ്പം മോഡൽസ് നോക്കിയിട്ടാണ്, ചെറിയ കുട്ടികൾക്ക് വരെ വാങ്ങുന്നത് മോഡൽസ് നോക്കിയിട്ടാണ്. പഴയ മോഡലാകുമ്പോൾ അവർ അത് വേണ്ട, ഇത് ഇപ്പോഴത്തേതല്ലല്ലോ, അത് ഇപ്പോഴത്തേതല്ലല്ലോ, ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ളത് ഏതാ, ഇങ്ങനെയാണ് എല്ലാവരും ചോദിക്കുന്നത്. ജ്വല്ലറിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ക്വാളിറ്റി എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമ്മളിപ്പോൾ ആൻറ്റി ടാർണിഷ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, നല്ല വാട്ടർ പ്രൂഫ് എന്നെല്ലാം പറഞ്ഞിട്ട് വാങ്ങുന്നത് അത് നമ്മൾ നോക്കണം. നമ്മൾ ഫസ്റ്റ് നോക്കിയിട്ടായിട്ട് കസ്റ്റമേഴ്സിനെ നമ്മൾ സെയിൽ ചെയ്യാൻ പറ്റൂ. അത് സെയിൽ ചെയ്യുമ്പോൾ അവർക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഇത് കളർ പോകുന്നില്ല, നമ്മൾ ഇത് ഡെയിലി യൂസ് ആക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വേണം. ഇപ്പം ഞാൻ സെയിലാക്കുന്ന ഒരു വളയാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ബാങ്കിൾ. ഇത് ഞാൻ ഡെയിലി യൂസ് ആക്കുന്നുണ്ട്. ഞാൻ കുളിക്കുമ്പോഴായാലും, അലക്കുമ്പോൾ, പാത്രം കഴുകുമ്പോൾ, ഇങ്ങനെ വാഷാക്കുന്ന സമയത്തൊന്നും ഞാനിത് ഊരി വെക്കാറില്ല. പക്ഷേ എൻ്റെ ഇതുവരെ കളർ പോയിട്ടില്ല. നല്ല ക്വാളിറ്റി സാധനമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും തോന്നുന്നുണ്ടോ കേട്ടോ. എൻ്റെ ബാങ്കിൾ ഇത് ഞാൻ ഡെയിലി യൂസ് ആക്കുന്ന ഒരു ബാങ്കിലാണ്. എൻ്റെ ഇതുവരെ കളറൊന്നും പോയിട്ടില്ല. അത് നമ്മൾ 316 ആണോ നോക്കണം, പിന്നെ 18K ഗോൾഡ് പ്ലേറ്റഡ് ആണോ നോക്കണം. ജ്വല്ലറി ബിസിനസ്സിൽ കുറേ തരം ജ്വല്ലറീസ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ജ്വല്ലറി ഉണ്ട്, ഗോൾഡ്, സിൽവർ, ഇങ്ങനെ പലതരം ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മൂവിങ് ഏതാണോ ആ ഐറ്റംസ് ആണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നല്ല ബിസിനസ് ഗ്രോത്ത് ഉണ്ടാവും. ഇപ്പോൾ ആൻറ്റിക് ആയിട്ടുള്ള ഐറ്റംസ് ആണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ അതിൽ മാത്രം മൂവായിട്ട് പോകണം. എന്താണെങ്കിൽ എല്ലാം കൂടി മാനേജ് ചെയ്യുമ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒന്നിൽ ഇപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ആക്കാൻ പറ്റിയ അടുക്കത്തെ മാല, ഫംഗ്ഷൻ യൂസ് ആക്കാൻ പറ്റും. ഈ ആൻറ്റിക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ബഡ്ജറ്റാണ്, കുറച്ച് ബഡ്ജറ്റ് ഉണ്ട് ആൻറ്റിക്കിൻ്റെ. അപ്പോൾ ആൻറ്റിക്ക് വീട്ടിൽ നിന്ന് ചെയ്യുന്നത് അത്ര മൂവിങ് ആയിരിക്കും എന്നൊക്കെ തോന്നിയില്ല. എന്തായാലും ആൻറ്റി കലർ കല്യാണത്തിന് അങ്ങനെ കാര്യങ്ങൾക്കെല്ലാം വാങ്ങുന്നത്. അപ്പം ആൻറ്റി കലർ വന്നിട്ട് നോക്കിയിട്ട് എടുക്കുന്ന ഷോപ്പിൽ പോയിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ വാങ്ങുന്നത്. പിന്നെ വരുന്നത് ഈ ആൻറ്റി ടാർണിഷ് ജ്വല്ലറി. ഇത് നല്ല മൂവിങ് ആയിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജ്വല്ലറീസ് ആയിട്ട് പോകുന്നത് ഈ ആൻറ്റി ടാർണിഷ് ഐറ്റംസ് ആണ്. പിന്നെ എല്ലാവരും ട്രസ്റ്റ് ചെയ്തിട്ട് വാങ്ങുന്നുണ്ട്. എനിക്കിനി എത്രയോ കസ്റ്റമേഴ്സ് ഉണ്ടായിന്, എത്രയോ കസ്റ്റമേഴ്സിന് ഞാൻ കൊടുത്തിട്ടായി. ഞാൻ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട്, ഞാൻ റീറ്റെയിലായിട്ടും ഞാൻ ചെയ്യുന്നുണ്ട്. ഹോൾസെയിലായിട്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ അങ്ങനെ വാങ്ങണമെന്നൊന്നുമില്ല. എല്ലാം ഹോൾസെയിൽ ഷോപ്പിൽ പോയാലും നമുക്ക് 5,000-ന് 10,000-നൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ മിനിമം എമൗണ്ട് വെച്ചത് 1,000 മാത്രമാണ് ഞാൻ എമൗണ്ട് വെച്ചിട്ടുള്ളത്. 1,000-ന് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാം. അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇപ്പം എനിക്ക് ഹോൾസെയിലായിട്ടും കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്, എനിക്ക് റീസെല്ലിംഗ് ആയിട്ട് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്, റീറ്റെയിൽ കസ്റ്റമേഴ്സും ഉണ്ട്. എല്ലാവരെയും മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റീറ്റെയിലേഴ്സ് തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ റീസെല്ലേഴ്സ് കുറച്ചുണ്ട്. ഹോൾസെയിലേഴ്സ് ഒരു 10-30 ഹോൾസെയിലേഴ്സ് ഉണ്ട് തോന്നുന്നു. തിങ്സൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ ബോക്സ് തന്നെ എടുക്കേണ്ടി വരും ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. ഇതാ ഞാൻ വാങ്ങുന്നത് ഈ പീസിൻ്റെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ 2 ടൈമായിട്ട് ഞാൻ ഇത്ര വലിയ ബോക്സ് 100 പീസിൻ്റെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം സെയിലായി. ഇപ്പോൾ ഇത് മാത്രമേ ബാക്കിയുള്ളൂ. ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞാൻ 2 ബോക്സ് ആയിട്ട്, 2 അല്ല 4 ബോക്സ് ഒന്നും ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ വരുന്നത് കുറേ ആൾ ചോദിക്കുന്ന ഇതാണ്, ഈ ബാങ്കിൾ ആൻറ്റി ടാർണിഷ് അല്ലേ, പിന്നെ എങ്ങനെ ഇതിൻ്റെ കളർ ഫെയ്ഡ് ആകുന്നു. കുറേ പേര് സംശയം ചോദിച്ചിട്ടുണ്ട്. ഇത് ആൻറ്റി ടാർണിഷ് അല്ല, സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ല, വാട്ടർ പ്രൂഫ് അല്ല, ഇത് കളർ പോകും, ഇത് കളർ ഫെയ്ഡ് ആവുന്ന ഐറ്റംസ് തന്നെയാണ്. ഇത് ആൻറ്റി ടാർണിഷ് അല്ല. ഇത് നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങളെ സെയിലറിനോട് നിങ്ങൾ ചോദിച്ചാൽ മതി, ഇത് കളർ പോകുമോ, ഇത് ആൻറ്റി ടാർണിഷ് ആണോ എന്ന് നിങ്ങൾ സെയിലറിനോട് ചോദിച്ചാൽ മതി. ഇത് ആൻറ്റി ടാർണിഷ് ഐറ്റംസിൽ ഇത് വരുന്നില്ല. ഇത് ഒരു ട്രെൻഡിനായിട്ട് വന്ന ഒരു ബാങ്കിൾ മാത്രമാണ് ഇതിനെ നോക്കാൻ സാധിച്ചത്. ഇത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വന്നത് മാത്രമാണ്. പക്ഷേ ഇത് ആൻറ്റി ടാർണിഷോ സ്റ്റെയിൻലെസ് സ്റ്റീലോ ഒന്നും അല്ല. ഇത് നമ്മുടെ കമ്പി പോലത്തെ ഒരു ബാങ്ക്. കഫ് ബാങ്കിൾസിൽ വരുന്ന ഐറ്റംസ് ആണ്. ഇതൊക്കെ കഫ് ബാങ്കിളായിട്ട് വരുന്നതാണ്. ഇത് കഫ് ബാങ്കിൾ. ഇതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ആൻറ്റി ടാർണിഷ്, വാട്ടർ പ്രൂഫാണ് ഇത് വരുന്നത്. ഇത് കഫ് ബാങ്കിൾ. അതേപോലെ തന്നെ മോഡലിന് ഇടാൻ പറ്റുന്ന ബാങ്കിൾ തന്നെയാണ് ഇതും. കണ്ടോ,
ഇത് കഫ് ബാങ്കിൾ വരുന്നത്. ഇതും ആൻറ്റി ടാർണിഷ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്നത് തന്നെ. സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ട് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻറ്റി ടാർണിഷ് ഐറ്റംസിൽ വരുന്ന ഐറ്റംസാണ്. ഇത് ആൻറ്റി ടാർണിഷ് അല്ല, സ്റ്റെയിൻലെസ് സ്റ്റീലും അല്ല. ഇത് നമ്മൾ നോർമൽ ഒരു ട്രെൻഡിങ് ആയിട്ട് വന്ന ബാങ്കിൾ മാത്രമാണ്. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണം, ഹോൾസെയിലേഴ്സിന് അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ താഴെ കാണുന്ന ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ആ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. എന്നിട്ട് യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് പറയുന്നതാണ് പറഞ്ഞെങ്കിൽ ഞാൻ നേരെ എല്ലാം പറഞ്ഞു തരാം. ഞാൻ ഹോൾസെയിലേഴ്സിനെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ബെറ്റർ ആണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ചൂസ് ചെയ്ത്. ഇനി നമ്മൾ ജ്വല്ലറി ബിസിനസ്സിൽ നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പാക്കിങ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത്. നല്ല പാക്കിംഗ് ആയിരിക്കണം, നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. കസ്റ്റമേഴ്സിനെ കാണുമ്പോൾ മനസ്സിലാവണം. അതുമാതിരിയുള്ള നമ്മൾ പാക്കിങ് ചെയ്യണം. ബബിൾ റാപ്പ് ഇട്ടിട്ടായാലും ബബിൾ റാപ്പ്, സെൻറ്റഡ് ഫ്ലവേഴ്സ്, പിന്നെ എന്താ പറയുക നല്ല ബോക്സ്, നമ്മളേതായ സ്റ്റിക്കേഴ്സ്, താങ്ക് യു സ്റ്റിക്കേഴ്സ്, കൊറിയർ കവർ, ഇങ്ങനെയെല്ലാം ഇട്ടിട്ടായിരിക്കണം നമ്മൾ പാക്ക് ചെയ്യുന്നത് ജ്വല്ലറി ബിസിനസ്. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ പോലെ കൊടുക്കാൻ ഞാൻ പാക്കിങ്ങിൻ്റെ. അതുപോലെ നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ നമ്മളെ കസ്റ്റമേഴ്സ് നമ്മളെ തേടി വരും. നമ്മൾ ക്വാളിറ്റിയിലാണ് കൊടുക്കുന്നത്, അവർക്കൊരു വിശ്വാസം വരും. നമുക്ക് കസ്റ്റമേഴ്സിന് കിട്ടാൻ പ്രയാസം ഉണ്ടാവില്ല. പിന്നെ കൊറിയറായിട്ട് അയക്കും നമ്മൾ ഏറ്റവും സേഫായിട്ട് ഏതാണോ സേഫായിട്ട് അയക്കാൻ പറ്റുന്നത് എന്ന് നോക്കിയിട്ട് തന്നെ സേഫിൽ തന്നെ നമ്മൾ അയക്കണം. DTDC ആയിരിക്കും സേഫ് എന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ളത് DTDC ആയിരിക്കും. ജ്വല്ലറീസ് വാങ്ങാൻ പറ്റിയ ഹോൾസെയിൽ ഷോപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിലായാലും കാസർഗോഡാണെങ്കിൽ കാസർഗോഡ് ഹോൾസെയിൽ ഷോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ വരുന്നത് കോഴിക്കോട്, അങ്ങനെയാണ് ഹോൾസെയിൽ ഷോപ്പ് വരുന്നത്. കോഴിക്കോട് ഉണ്ട് ഹോൾസെയിലായിട്ട്. കോഴിക്കോട് കുറേ ഉണ്ട്. നമ്മൾ ഹോൾസെയിലായിട്ടുള്ള ഷോപ്പുകൾ കോഴിക്കോട് കുറേ ഉണ്ട്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്തെങ്കിൽ അത് കിട്ടും. പിന്നെ വരുന്നത് മുംബൈ, അവിടുത്തുണ്ട് ഹോൾസെയിലായിട്ടുള്ള ഷോപ്പുകൾ. പക്ഷേ അവരെല്ലാം മിനിമം ഓരോരോ ഷോപ്പുകാർ മിനിമം എമൗണ്ട് വെക്കുന്നുണ്ട്. ഓരോരോ ഷോപ്പുകാർക്ക് അതില്ല. ഒരാൾ 10,000 ഒക്കെ. ചില ഷോപ്പിൽ നിന്ന് നമുക്ക് ഇത്ര പൈസക്ക് എടുക്കണം, ഇത്ര ക്വാണ്ടിറ്റി എടുക്കണം എന്നൊക്കെ ഉണ്ട് ചില ഷോപ്പിൽ. ചില ഷോപ്പിൽ അതൊന്നുമില്ല. നമുക്ക് എത്രയാണോ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അങ്ങനത്തെ ചില ഷോപ്പുകൾ ഞാൻ കൊടുക്കാം. നിങ്ങൾ എന്നോട് കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഞാൻ അവർക്ക് പേഴ്സണലായിട്ട് ഞാൻ അയച്ചു തരാം. പിന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, സോയ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അതിലത്ത് പോയിട്ട് എനിക്ക് പേഴ്സണലായി മെസ്സേജ് അയച്ചെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. എന്നോട് കുറേ പേര് ചോദിച്ചിട്ട് കുറേ പേർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എവിടുന്നാണ് ഞാൻ വാങ്ങുന്നത് എന്നൊക്കെ. പക്ഷെ ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് തന്നെയല്ല ഞാൻ എല്ലാം വാങ്ങിയിട്ടുള്ളത്. ഞാൻ 2-3 ഷോപ്പ് ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2-3 ഷോപ്പ് ഞാൻ മറ്റേ ചായ തന്നെ എന്താ പറയുക ഓൺലൈനായിട്ട് മാത്രം. ഞാൻ ഇതുവരെ ഷോപ്പ് ഞാൻ കാണാത്ത ഷോപ്പും ഉണ്ട്, കണ്ടിട്ടില്ല, എന്നിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഷോപ്പിൽ നിന്ന്. അങ്ങനത്തെ ഷോപ്പുകളും ഉണ്ട്. അത് വരുന്നത് ഗുജറാത്തിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട്, പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, മുംബൈയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ഷോപ്പ് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അവർ എമ്മോക്കെയോ ചിലവരെല്ലാം പറയുന്നുണ്ട്. ചിലവർ മുമ്പേ പൈസ കൊടുക്കാൻ പറയുന്നുണ്ട്. 1000 എന്തോ ഫസ്റ്റ് നമ്മൾ ഓർഡറിൽ ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് അക്കൗണ്ടിൽ അയച്ചു കൊടുത്തെങ്കിൽ മാത്രമേ അവർ ഐറ്റംസ് കാണിച്ചു തരൂ. ഓരോ പ്രൊഡക്റ്റ് കാണിച്ചു തരും. വീഡിയോ കോൾ ചെയ്തിട്ട് ഓരോ പ്രൊഡക്റ്റ് കാണിച്ച് ഇത് വേണം അവർ അതിൻ്റെ മാർജിൻ എല്ലാം പറഞ്ഞു തന്നിട്ടായിട്ട് ചെയ്യുന്നതുണ്ട്. അങ്ങനെ ലബോനി എന്ന് പറയുന്ന ഒരു കമ്പനിക്കാരുണ്ട്, അവരുണ്ട്. പിന്നെ കമ്പനി ആയിട്ട് വരുന്ന QZUവിൻ്റെ കമ്പനി ഉണ്ട്. അത് ചൈനൻ്റെ കമ്പനിയാണെന്ന് തോന്നുന്നു. ആ കമ്പനീൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. ജ്വല്ലറി ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു 5,000 to 3,000 എല്ലാം ഉണ്ടെങ്കിൽ നമുക്കൊരു ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആ ജ്വല്ലറി ബിസിനസ് നമുക്ക് മുമ്പോട്ട് എത്രയാണോ നമുക്ക് ലാഭം അതെല്ലാം കിട്ടുന്നതനുസരിച്ച് നമുക്ക് അതിനെ കൂട്ടി പോകാൻ പറ്റും. ബിസിനസ്സിൽ നല്ല ലാഭം എടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാർ ഞാൻ കാണുന്നുണ്ട് ജ്വല്ലറി ബിസിനസ്സിൽ ലാഭം നല്ല എടുക്കുന്നത്. ഒരു പ്രൊഡക്റ്റിൽ തന്നെ 400-500 ഒക്കെ എടുക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണെങ്കിൽ അവരെടുക്കുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ സെയിം സാധനം കൊടുക്കുന്നത് ഞാനാകെ 300-200 വെച്ചിട്ടെല്ലായിരിക്കും ഞാൻ കൊടുക്കുന്നത്. അതിൻ്റെ ഒരു പ്രൊഡക്റ്റും 350 മുകളിൽ ഒരു പ്രൊഡക്റ്റും ഇല്ല. എല്ലാം 350 താഴെ അങ്ങനെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഞാൻ ചെറിയ എമൗണ്ട് വെച്ചിട്ട് അതാണ് കൊടുക്കല്. എന്തായിരുന്നെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സ് ആണല്ലോ, അങ്ങനെ കസ്റ്റമേഴ്സിന് വേണ്ടി ഞാൻ അങ്ങനെ കൊടുക്കുന്നത്. ചിലവർക്ക് അതിനനുസരിച്ചിട്ട് റേറ്റ് മാറ്റാനും കൂട്ടാനും കുറക്കാനും ഒക്കെ പറ്റും. ഞാൻ എൻ്റെതായ ഒരു ഓപ്ഷനിൽ പറഞ്ഞതാണ്. ഞാൻ അത്ര റേറ്റ് ഇടാറുള്ളൂ. നമ്മൾ ഹോൾസെയിലായിട്ട് വാങ്ങുമ്പോൾ നമുക്കറിയാം എത്ര എമൗണ്ടിന് ഇത് കൊടുക്കണം, ഇത് എത്ര എമൗണ്ടിന് പർച്ചേസ് ചെയ്യാൻ പറ്റും, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അത്ര എമൗണ്ട് വെക്കലില്ല. പിന്നെ ഞാൻ കുറേ ഷോപ്പുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് 500, 600 അങ്ങനെയെല്ലാം ആയിട്ട് കുറേ ഷോപ്പിൽ കണ്ടിട്ടുണ്ട്. എല്ലാവരും നല്ല മാർജിൻ വെച്ചിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റില്ല. ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് എമൗണ്ട് നമ്മൾ റേറ്റ് കുറച്ചിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. റേറ്റ് കുറച്ചിട്ടാണെങ്കിൽ നമുക്ക് നല്ല ലാഭം ഉണ്ടാകും. പക്ഷേ 500 ആ ഒരു റേഞ്ചിൽ നമുക്ക് കൊടുക്കുന്നതിനേക്കാളും നമ്മൾ ലോ റേഞ്ചിൽ കുറച്ച് കൊടുത്തിട്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടും. ഓൺലൈനല്ലേ. ഷോപ്പിലാകുമ്പോൾ അവർക്ക് ഷോപ്പിൻ്റെ റെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് മാറ്റം വരുത്തിയേ പറ്റൂ. അത് അങ്ങനെയാണെങ്കിൽ അവർക്ക് മുതലാവും. നമുക്കങ്ങനെയല്ല, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു വരുമാനം പോലെ ആയിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണം, ഹോൾസെയിലേഴ്സിന് അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ താഴെ കാണുന്ന ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ആ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. എന്നിട്ട് യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട്
പറയുന്നതാണ് പറഞ്ഞെങ്കിൽ ഞാൻ നേരെ എല്ലാം പറഞ്ഞു തരാം. ഞാൻ ഹോൾസെയിൽ ഡീലേഴ്സിന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ബെറ്റർ ആണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ചൂസ് ചെയ്യും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.